സഖാവ് പുഷ്പന് വീണ ചൊല്ലുകയാണ്. കണ്ണൂർ ചൊക്ലി മേലപ്പുറത്തെ വീടിന് സമീപത്ത് ഒരുക്കിയിട്ടുള്ള ചുതിയിലേക്ക് അല്പസമയത്തിനോടകം തന്നെ പുഷ്പന്റെ ഭൗതികദേഹം എത്തിക്കും. CPIM-ന്റെ മുതിർന്ന നേതാക്കൾ ഭൗതികദേഹവുമായി പുഷ്പന്റെ മേലപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ചിതയൊരുക്കിയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻ ജനാവലിയാണ് പുഷ്പന്റെ അവസാന യാത്രയെ അനുഗമിക്കുന്നത്. കോഴിക്കോട് പുഷ്പന്റെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം നൂറുകണക്കിന് ആളുകളാണ് ആശുപത്രി പരിസരത്തേക്ക് എത്തിയത്. ഇന്ന് രാവിലെയാണ് തലശ്ശേരി ടൗൺ ഹാളിലേക്ക് പുഷ്പന്റെ മൃതദേഹം എത്തിച്ചത്. അവിടെ വെച്ച് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം മുതിർന്ന നേതാവ് EP ജയരാജന്റെ നേതൃത്വത്തിൽ ചെങ്കൊടി പുതപ്പിച്ചുകൊണ്ട് ധീരസഖാവിന് അന്തിമ ഉപചാരം ചൊല്ലിയിരുന്നു. പിന്നീട് കണ്ണൂർ ചൊക്ലിയിലെ രാമവിലാസം സ്കൂളിൽ, പുഷ്പൻ പഠിച്ച സ്കൂളിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. അവിടെ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചു. വീട്ടിൽ നിന്ന് സംസ്കാര ചടങ്ങുകൾക്കായി ഇപ്പോൾ തത്സമയം ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്ന ചൊക്ലിയിലെ സ്ഥലത്തേക്ക് വിലാപയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിനോസ് തോമസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. ഫിനോജ്, അണമുറയാത്ത സഖാക്കളുടെ പ്രവാഹമാണ് കണ്ണൂരിലെ ചൊക്ലിയിലും തലശ്ശേരിയിലും എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കണ്ടത്. പൊതുദർശനമെല്ലാം തന്നെ നല്ല വിധത്തിൽ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തിനടുത്തേക്ക് എത്തിയോ ഫിനോജ്? തന്നെ സംസ്കാരം നടക്കുന്ന സ്ഥലത്ത് ഏറ്റവും മൃതദേഹമായിട്ടുള്ള ആംബുലൻസാണ് ദൃശ്യങ്ങൾ കാണുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യങ്ങളുമായി രക്തസാക്ഷികൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ നുറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ ആംബുലൻസിനെ, മൃതദേഹമായിട്ടുള്ള ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് ഈ സംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. 2:30 മണി മുതൽ 4:30 വരെ, അതായത് 2 മണിക്കൂർ നേരമാണ് ചൊക്ലി രാമവിലാസം സ്കൂളിൻ്റെ മുറ്റത്ത് പൊതുദർശനത്തിന് വെച്ചത്. അവിടെ നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു. അവിടെ എത്തി മുഴുവൻ ആളുകൾക്കും അന്തിമോപചാരം അർപ്പിക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു. അതിനുശേഷമാണ് പുഷ്പൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കഴിഞ്ഞ 30 വർഷത്തോളമായി പുഷ്പൻ കഴിഞ്ഞിരുന്ന വീട്ടുമുറ്റത്തേക്ക് മൃതദേഹം കൊണ്ടുവന്നു. അവിടെ 10 മിനിറ്റ് നേരമാണ് മൃതദേഹം വെച്ചത്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എടുക്കുകയും മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുകയും ഇപ്പോൾ സംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഒരു ഉന്നത നേതാവ് അന്തരിച്ചാൽ എങ്ങനെയാണോ ആദരവ് നൽകുന്നത്, അതേ രീതിയിൽ തന്നെയാണ് പുഷ്പനും ആദരവ് നൽകിയിരിക്കുന്നത്. അതായത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തിയപ്പോൾ മുതൽ അദ്ദേഹമാണ് ഈ മൃതദേഹം ചുമലിലേറ്റി കൊണ്ടുവരുന്നത്. അതായത് പൊതുദർശന വേദിയിലേക്ക് മൃതദേഹം എത്തിച്ചതും അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നതും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിലാണ്. എല്ലാ മുതിർന്ന നേതാക്കളും ഇവിടെ എത്തിയിരുന്നു. ഒപ്പം തന്നെ പുഷ്പനൊപ്പം പഠിച്ചവർ, ഈ 94-ലെ ഈ സമരത്തിൽ പങ്കെടുത്ത അന്നത്തെ DFI പ്രവർത്തകർ, പല ആളുകളും ഇന്നത്തെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉൾപ്പെടെ അന്ന് സമരത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. എല്ലാവരും ഈ മൃതദേഹത്തിനൊപ്പം പുഷ്പനൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് തന്നെ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ സ്മാരകമുണ്ട്. അതിനടുത്താണ് ഈ അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ കൂത്തുപറമ്പ് ഈ സംഭവത്തിൽ ഒരു രക്തതാരവും കൂടി വന്നിരിക്കുന്നു. ജീവിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹവും 6ാമത്തെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായി പുഷ്പൻ മാറുകയാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ഈ സംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും. ആംബുലൻസ് അനുഗമിച്ച നൂറുകണക്കിന് ആളുകളാണ് വീട്ടിൽ നിന്ന് ഈ സംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്കാരം നടക്കുന്ന സ്ഥലത്തും ആളുകൾ കാത്തു നിൽക്കുന്നു. രാവിലെ മുതൽ തന്നെ, രാവിലെ 8 മണിക്കാണ് ഈ വിലാപയാത്ര കോഴിക്കോട് യൂത്ത് സെൻറ്ററിൽ നിന്ന് ആരംഭിക്കുന്നത്. വരുന്ന വഴി മുഴുവൻ കോഴിക്കോട് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലും ഒപ്പം മാഹിലും ഉൾപ്പെടെ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു, വഴിനീളെ ഉണ്ടായിരുന്നു. രാവിലെ തലശ്ശേരി ടൗൺ ഹാളിലെത്തിയ സമയത്തും നൂറുകണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ്റെ നേതൃത്വത്തിലാണ് അവിടെ അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തതും. നിരവധി നേതാക്കൾ അവിടെ എത്തുകയും ചെയ്തിരുന്നു. ടൗൺ ഹാളിൽ 12 മണി വരെയായിരുന്നു ഈ പൊതുദർശന ചടങ്ങുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷവും നിരവധി ആളുകളെത്തി. അവരെയൊക്കെ തന്നെ റോഡിൻ്റെ ഇരുവശവും നിർത്തി പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള സൗകര്യമൊരുക്കിയാണ് പാർട്ടി നേതൃത്വം മൃതദേഹം നേരെ കൂത്തുപറമ്പിലേക്ക് കൊണ്ടുപോയത്. കൂത്തുപറമ്പിൽ പുഷ്പൻ വെടിയേറ്റ് വീണ മണ്ണിലൂടെയാണ് വിലാപയാത്ര കടന്നുപോയത്. ഒപ്പം കൂത്തുപറമ്പിലെ രക്തസാക്ഷി മണ്ഡപത്തിലും അവിടെ അല്പസമയം വാഹനം നിർത്തിയിരുന്നു. അങ്ങനെയാണ് വിലാപയാത്ര
പാനൂരിലേക്ക് വന്നത്. പാനൂരും കടന്ന വിലാപയാത്ര ചൊക്ലിയിലെത്തുകയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ വീട്ടിലേക്ക് വന്നത്. ഈ അല്പസമയത്തിനും തന്നെ സംസ്കാരം നടക്കുന്ന സ്ഥലത്ത് ഈ വാഹനവ്യൂഹം എത്തും. അല്പസമയത്തിനോടകം തന്നെ സംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കും. സിനോജ് തോമസ് വിലാപയാത്രയെ അനുഗമിക്കുകയാണ്. സിനോജ്, ആയിരക്കണക്കിന് പ്രവർത്തകരുടെ പ്രവാഹം അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഭാഗത്ത് ജനങ്ങൾ ഇപ്പോൾ ഈ വിലാപയാത്രയിൽ, അവസാനത്തെ യാത്രയിൽ എത്രത്തോളം ജനപങ്കാളിത്തമുണ്ട് സിനോജ്? തീർച്ചയായും തുടക്കം മുതൽ തന്നെ ഇന്നലെ വിയോഗ വാർത്ത അതായത് 3:30 മണിക്കാണ് പുഷ്പൻ എന്ന വാർത്ത പുറത്തു വരുന്നത്. കോഴിക്കോട് മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടിരുന്നത്. നിന്നുള്ള ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം വിതുമ്പിപ്പോയി. കാരണം അത്ര അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു MV ജയരാജൻ ഉൾപ്പെടെ അന്നത്തെ. ഉറപ്പായിട്ടും സിനോജ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ റേഞ്ച് കട്ടാവുന്നത്, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പുത്തുപറമ്പ് സമരനായകൻ പുഷ്പന് വിട ചൊല്ലുകയാണ്. നാട് കണ്ണൂർ ചൊക്ലി മേലപ്പുറത്തെ വീടിന് സമീപത്തുള്ള സ്ഥലത്ത് ഓർമ്മയായി മാറുകയാണ് സഖാവ് പുഷ്പൻ.